ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ചടക്കത്തോടുകൂടി ജീവിച്ചിട്ടും എന്തുകൊണ്ട് നാം പൈശാചിക ബന്ധനങ്ങളിൽ വീണുപോകുന്നു എന്ന് ചിന്തിച്ചാൽ അച്ചടക്കം കൊണ്ട് മാത്രം നേരിടുവാൻ സാധിക്കുന്ന ഒന്നല്ല, മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പൈശാചിക ബന്ധനങ്ങളെ മറികടക്കുവാൻ നമുക്ക് സാധിക്കുന്നത് എന്ന സത്യം നാം മറന്നുപോകുന്നത് കൊണ്ടാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട നിലങ്ങളിലൂടെ നടക്കുന്നു. ആശ്വാസം ലഭിക്കാതെ വരുമ്പോൾ അതേ ഭവനത്തിലേക്ക് തിരികെ വരുന്നു. അത് സജ്ജീകരിച്ചിരിക്കുന്നത് കണ്ടതിനാൽ തന്നേക്കാൾ ക്രൂരരായ 7 ആത്മാക്കളെ കൂടി കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ യേശുനാഥന്റെ ഈ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, നാം ആര് തന്നെ ആയിരുന്നാലും, എത്ര അച്ചടക്കമുണ്ടായിരുന്നാലും, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ തീർച്ചയായും പൈശാചിക ബന്ധനങ്ങൾക്ക് നാം കീഴ്പ്പെട്ടു പോകുമെന്ന സത്യമാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്: കർത്താവിന് വിധേയരായിരിക്കുവിൻ, പിശാചുക്കളെ എതിർത്ത് നിൽക്കുവിൻ, അപ്പോഴവർ നിന്റെ സന്നിധിയിൽ നിന്നും ഓടിയകലും. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ കർത്താവ് സാംസനെ വിട്ടുപോയത് സാംസൺ അറിഞ്ഞില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ ഫലമോ ശത്രുക്കൾ അവനെ കീഴ്പ്പെടുത്തുന്നു. 1 സാമുവേലിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേൽ വിട്ടുപോകുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ ഫലമോ അവർ പൂർണ്ണമായും ശത്രുക്കൾക്ക് കീഴ്പ്പെടുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 18-ാം വാക്യത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇസ്രായേൽ വിട്ടുപോകുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ ഫലമോ ദൈവത്തിന്റെ ദേവാലയം പൂർണ്ണമായും ഇല്ലാതാകുന്നു. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ തീർച്ചയായും നാം എല്ലാവരും പൈശാചിക ബന്ധനങ്ങൾക്ക്, പൈശാചിക സ്വാധീനങ്ങൾക്ക് കീഴ്പ്പെടുമെന്ന സത്യമാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് 5:8 പത്രോസ് ലേഖ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ കീഴടക്കണമെന്ന് അന്വേഷിച്ച് നടക്കുന്നു. അതിനാൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർത്ത് തോൽപ്പിക്കുവിൻ. അതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, നാം ആര് തന്നെ ആയിരുന്നാലും, നമുക്ക് എത്ര അച്ചടക്കമുണ്ടെങ്കിലും, എത്ര ഉത്തരവാദിത്വബോധത്തോടുകൂടി നാം ജീവിക്കുന്നവരാണെങ്കിലും, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നാം എല്ലാവരും പൈശാചിക ബന്ധനങ്ങൾക്ക്, പൈശാചിക സ്വാധീനങ്ങൾക്ക് കീഴ്പ്പെടും എന്നുള്ള സത്യമാണ്. അതുകൊണ്ടാണ് എഫേഷ്യൻസ് 6:11 പൗലോസ് ലേഖ പറയുന്നത്, പിശാചിന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ കർത്താവിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. കാരണം 1 യോഹന്നാൻ 4:4 നാം വായിക്കുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈ ഒരു ബോധ്യത്തോടുകൂടി പൈശാചിക സ്വാധീനങ്ങളിൽ കീഴ്പ്പെടാതിരിക്കുവാൻ, പൈശാചിക ബന്ധനങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി എപ്പോഴും ആഗ്രഹിക്കുകയും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യാം. വെളിപാടിന്റെ പുസ്തകം 3:20, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേൾക്കുകയും വാതിൽ തുറന്നു തരികയും ചെയ്താൽ ഞാൻ അവനോടൊത്ത് വസിക്കും. ഇപ്രകാരം ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പൈശാചിക ബന്ധനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.